ആരോഗ്യ പ്രവർത്തകരുടെ ലഹരി ഉപയോഗം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ലഹരി ഉപയോഗം അവരെയും കുടുംബത്തെയും മാത്രമല്ല, രോഗികളുടെ കൂടി ഭാവിയെ ബാധിക്കുമെന്നതിനാൽ അതിനെതിരെ കർശന നടപടി ആവശ്യമാണ്. സാമ്പത്തിക, രാഷ്ട്രീയ സ്വാധീനത്താൽ ഇത്തരം കേസുകൾ അട്ടിമറിക്കപ്പെടാൻ ഇടവന്നുകൂടാ. കഴിഞ്ഞ ദിവസം മാരക ലഹരിമരുന്നുകളുമായി ദന്തഡോക്ടർ പോലീസ് പിടിയിലായി. ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശിയായ ഡോക്ടറാണ് വിൽപ്പനക്കുവെച്ച മയക്കുമരുന്നുമായി വ്യാഴാഴ്ച രാത്രി തൃപ്പൂണിത്തുറയിലെ തന്റെ ഫ്ളാറ്റിൽ നിന്ന് പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എറണാകുളം ഹിൽപാലസ് പോലീസിന്റെ ഫ്ളാറ്റ് പരിശോധന. 2 ഗ്രാം MDMA, 18 ഗ്രാം LSD, 33 ഗ്രാം കഞ്ചാവ് എന്നിവയാണ് ഡോക്ടറുടെ താമസ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തത്. മയക്കുമരുന്ന് കേസിൽ ഡോക്ടർമാര് പിടിയിലാകുന്നത് ഇതാദ്യമല്ല. 2022 ജനുവരിയിൽ തൃശൂര് മെഡിക്കൽ കോളേജിൽ നിന്ന് നിരോധിത മയക്കുമരുന്നുമായി കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ അറസ്റ്റിലായിരുന്നു. 15,000 രൂപ വില വരുന്ന MDMAയാണ് ഇയാള് താമസിക്കുന്ന മെഡി കോളേജ് പരിസരത്തെ ഹോസ്റ്റലിൽ നിന്ന് കണ്ടെടുത്തത്. 3 വർഷമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന ഈ യുവ ഡോക്ടർ മെഡി കോളേജിലെ മറ്റു പല ഡോക്ടർമാരും ഇതിന്റെ അഡിക്റ്റുകളാണെന്ന് പോലീസിനോട് വെളിപ്പെടുത്തുകയും ചെയ്തു. 2024 ജൂലൈയിൽ വയനാട് മുത്തങ്ങ ചെക്പോസ്റ്റിൽ വെച്ച് 160.77 ഗ്രാം മെത്താംഫിറ്റമിന് എന്ന മയക്കുമരുന്നുമായി ആയുർവേദ ഡോക്ടർ എക്സൈസിന്റെ പിടിയിലായിരുന്നു. ഡോക്ടർമാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും അടിക്കടി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. 2024 നവംബറിലാണ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഒരു സർജന് ജൂനിയർ വനിതാ ഡോക്ടറെ മദ്യം നൽകി ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സംഭവ സമയത്ത് ഡോക്ടർ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് അതിക്രമത്തിനിരയായ വനിതാ ഡോക്ടറുടെ മൊഴി. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലെ സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർ മദ്യലഹരിയിൽ നഗ്നനായി നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവരികയുണ്ടായി. കഴിഞ്ഞ മാർച്ചില് ആശുപത്രിക്കുള്ളിലും പരിസരത്തും വസ്ത്രമില്ലാതെ OIT നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തത്സമയം അയാള് മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ആശുപത്രി ജീവനക്കാരുടെയും നാട്ടുകാരുടെയും മൊഴി. ഉത്തരാഖണ്ഡില് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് രോഗിയോടും ബന്ധുക്കളോടും മോശമായി പെരുമാറുകയും അസഭ്യം പറയുകയും ചെയ്ത സംഭവത്തില് ഒരു ഡോക്ടർ സസ്പെൻഷനിലാണ്. മദ്യനിരോധം നിലവിലുള്ള ബീഹാറില് നിരോധം ലംഘിച്ച് മദ്യപിച്ച ഡോക്ടർ അഴിക്കുള്ളിലായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ കൊല്ലത്ത് ഒരു ഡോക്ടറും വനിതാ ഡോക്ടറും സഞ്ചരിച്ച കാര് സ്കൂട്ടര് യാത്രികയെ ഇടിച്ച് ദേഹത്ത് കയറ്റിയ സംഭവത്തില് 2 പേരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. അതീവ സങ്കീർണമാണ് രോഗചികിത്സ. അലോപ്പതി മേഖല വിശേഷിച്ചും തികഞ്ഞ ശ്രദ്ധയോടെയും മനസാന്നിധ്യത്തോടെയും നിർവഹിക്കേണ്ട പ്രക്രിയയാണിത്. ഒരു മരുന്ന് മാറിപ്പോയാല് ലേബർ റൂമിൽ പ്രസവമെടുക്കുന്ന സമയത്തോ ഓപ്പറേഷന് തിയേറ്ററിലോ അല്പമൊന്ന് ശ്രദ്ധ തെറ്റിയാല് പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. മദ്യമയക്കുമരുന്ന് ലഹരിയിൽ കാല് നിലത്തുറക്കാതെയും സ്വബോധമില്ലാതെയുമാണ് ഡോക്ടർ ഡ്യൂട്ടി നിർവഹിക്കുന്നതെങ്കിൽ അനന്തര ഫലം ഊഹിക്കാവുന്നതേയുള്ളൂ. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് അടിക്കടി പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സർജറി നടത്തിയ രോഗിയുടെ വയറ്റിൽ സർജറി ഉപകരണങ്ങൾ മറന്നുവെക്കുന്ന സംഭവങ്ങളും ധാരാളം. 2017 നവംബറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ സ്ത്രീയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം വന് വിവാദമായതാണ്. നിതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഈ സത്പേരിന് കളങ്കം വീഴ്ത്തുന്ന വാർത്തകളാണ് ഇടയ്ക്കിടെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ ഒരു കുഞ്ഞ് വൈകല്യങ്ങളോടെ ജനിക്കാനിടയായ സംഭവത്തില് ചികിത്സാ പിഴവിന് 4 ഡോക്ടർമാർക്കെതിരെ കേസുകൾ നടന്നുവരുന്നു. കാലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ പെൺകുട്ടിക്ക് കാലിനു പകരം നാവിന് ശസ്ത്രക്രിയ, ഇടത്തെ കാലിനു പകരം വലത്തെ കാലില് ശസ്ത്രക്രിയ, മൂക്കിലെ രോഗത്തിന് വൈറൽ ഹെർണി ശസ്ത്രക്രിയ എന്നിങ്ങനെ ഡോക്ടർമാരുടെ തികഞ്ഞ അശ്രദ്ധയിലേക്ക് വിരൽ ചൂണ്ടുന്ന എത്ര പിഴവുകളാണ് പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചികിത്സാ പിഴവ് മൂലം രോഗിയുടെ ചലനശേഷി നഷ്ടമാകുകയും കുടുംബത്തിനൊരു ഭാരമായി കട്ടിലില് ജീവിതം തളച്ചിടേണ്ടി വരികയും ചെയ്ത അഭാഗ്യരുടെ കഥകളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾക്ക് ഡോക്ടർമാരുടെ ലഹരി ഉപയോഗവുമായുള്ള ബന്ധം സന്ദേഹിക്കപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. MDMA പോലുള്ള മയക്കുമരുന്നുകളുടെ മാരക വിപത്തിനെക്കുറിച്ച് മറ്റാരേക്കാളും നന്നായറിയാവുന്നവരാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും. ഹൃദയം, കരള്, വൃക്ക തുടങ്ങി മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ നശിപ്പിക്കുന്ന മയക്കുമരുന്നുകൾ അതിവേഗത്തിലാണ് ആരോഗ്യത്തെ കാർന്നു തിന്നുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും. ഇതറിഞ്ഞുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ അവക്ക് അടിമയാകുന്നത് എന്നത് ഖേദകരമാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ലഹരി ഉപയോഗം അവരെയും കുടുംബത്തെയും മാത്രമല്ല, രോഗികളുടെ കൂടി ഭാവിയെ ബാധിക്കുമെന്നതിനാൽ അതിനെതിരെ കർശന നടപടി ആവശ്യമാണ്. സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനത്താൽ ഇത്തരം കേസുകൾ അട്ടിമറിക്കപ്പെടാൻ ഇടവന്നുകൂടാ.